ശനിയുടെ പുത്രനായ ഗുളികൻ വാഴുന്ന സമയമാണ് ഗുളികകാലം. ശുഭകാര്യങ്ങൾക്ക് പറ്റിയ സമയമല്ല ഇത്. ഗുളികോദയം സ്തംഭനത്തിൻ്റെ അവസ്ഥയാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ CPM ഇപ്പോൾ ഗുളികൻ്റെ പിടിയിലാണ്. ജാതകൻ്റെ ഗുണത്തിലും ദോഷത്തിലും ഗുളികൻ്റെ ദൃഷ്ടി പതിയുകയായി. ഇപ്പോൾ കേരളത്തിലുള്ള ഗുളികൻ്റെ ദൃഷ്ടി ജാതകനായ വിജയൻ്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. ഗുളികന് മേൽ സൈബർ ചാവേറുകളുടെ ക്യാപ്സൂളുകളെല്ലാം നിഷ്പ്രഭമാകും. നമസ്കാരം. പതിരും കതിരും. പതിനായിരക്കണക്കിന് കല്യാണങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരു CPMകാരനും അവിടുത്തെ മുഹൂർത്തത്തെപ്പറ്റിയോ തിരക്കിനെപ്പറ്റിയോ ഓർത്ത് ആശങ്കയുണ്ടായിട്ടില്ല. യേശുദാസ് പാടിയതുപോലെ ഗുരുഭഗ്നിക്കായി വിറകിന് പോയും പലരുടെ പരിഭവങ്ങൾ കേട്ടും കൃഷ്ണനാട്ടം കണ്ടും കൃഷ്ണൻ അങ്ങനെ സന്തോഷത്തോടെ അവിടെ കഴിയുകയാണ്. കൃഷ്ണാട്ടം മാത്രമല്ല, ഒരുപാട് കുത്തിത്തിരിപ്പുകാരുടെ ആട്ടവും കൃഷ്ണൻ കണ്ടിട്ടുണ്ട്. കാശുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ആഗ്രഹം ഗുരുവായൂരിൽ വെച്ച് മക്കളുടെ കല്യാണം നടത്തണമെന്നും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കണ്ണൻ്റെ മുമ്പിൽ ചോറ് കൊടുക്കണമെന്നുമാണ്. എന്നാൽ ഒരു കല്യാണം മാത്രം എങ്ങനെ വിവാദമായി? അതിന് കാരണമുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛൻ സംഘിയാണ്, സുരേഷ് ഗോപിയാണ്. അയാളുടെ മകളുടെ കല്യാണത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കാർമ്മികനായത്. ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും മുതൽ പിച്ചച്ചട്ടി എടുത്ത മറിയക്കുട്ടി വരെ എത്തി. സംഘിയുടെ മകളുടെ കല്യാണം കാരണം 10-12 കുടുംബങ്ങളുടെ പ്രതീക്ഷയായ കല്യാണം മുടങ്ങിപ്പോയി എന്നായിരുന്നു പ്രചാരണം. ദേശാഭിമാനിയും സാംസ്കാരിക അടിമകളും മെഹദൂദി ചാനലായ മീഡിയ വണ്ണും DYFIയുടെ നേതാക്കളും കരഞ്ഞു തളർന്നു. എന്തായാലും എല്ലാ കല്യാണങ്ങളും മുഹൂർത്തത്തിന് തന്നെ നടന്നു. സുരേഷ് ഗോപിയുടെ മകൾക്ക് മാത്രമല്ല, അവിടെ വിവാഹിതരായ സകല വധൂവരന്മാർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദി അനുഗ്രഹം ചൊരിഞ്ഞു. വരിയിൽ നിന്ന താരരാജാക്കന്മാരെയും അവരുടെ ഭാര്യമാരെയും മോദി അക്ഷതം നൽകി ആദരിച്ചു. അങ്ങനെ വിമർശകർ നോക്കുമ്പോൾ അതാ മമ്മൂട്ടി മാത്രം കയ്യും കെട്ടി വരിയിൽ നിൽക്കുന്നു. എന്തൊരു ധാർഷ്ട്യം! ഉടൻ വന്നു ക്യാപ്സൂളുകൾ. മോദിക്ക് മുമ്പിൽ മോഹൻലാൽ കൈനീട്ടി, മമ്മൂട്ടി കൈകെട്ടി. ഇങ്ങനെ വേണം സഖാക്കളായാൽ. ആ ആഹ്ലാദത്തിന് പക്ഷേ വലിയ ആയുസ്സുണ്ടായില്ല. തൊട്ടു മുമ്പിൽ പ്രധാനമന്ത്രി വന്നതും മമ്മൂട്ടി ഹസ്തദാനം നൽകി തൊഴുന്നതും ജനം കണ്ടു. കയ്യിൽ ഭാരതരത്നയും പത്മശ്രീയും ഒന്നും കരുതിയല്ല മോദി വന്നത്. പകരം മമ്മൂട്ടിക്കും സുൽഫിക്കും പ്രധാനമന്ത്രി അക്ഷതം നൽകി. മമ്മൂട്ടി അത് കൈനീട്ടി വാങ്ങി. അത് വല്ലാത്തൊരു ക്ഷതമായി പോയി നമ്മുടെ പാർട്ടിക്ക്. മമ്മൂക്കയുടെ അവകാശികളായ മാർക്സിസ്റ്റ് ചാവേറുകൾക്ക് പിന്നെ സ്വസ്ഥതയുണ്ടായില്ല. പ്രധാനമന്ത്രി നൽകിയ ഒരു പിടി നെല്ലും ഉണക്കലരിയും ചേർന്ന അക്ഷതം കൈനീട്ടി വാങ്ങി എന്ന് കരുതി മുഹമ്മദ് കുട്ടി നാളെ മുതൽ ഗോവിന്ദൻകുട്ടിയാകില്ലെന്നും തൻ്റെ വിശ്വാസത്തിന് ഒരു ഗ്ലാനിയും സംഭവിക്കില്ലെന്നും മഹാനായ നടൻ മമ്മൂട്ടിക്ക് അറിയാം. ഇതൊന്നും അറിയാതെ പോകുന്നത് മാരീചൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന ചില കപട മതേതരന്മാർക്കാണ്. മോദിയുടെ കയ്യിൽ നിന്നും അക്ഷതം വാങ്ങിയ മമ്മൂട്ടി പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച് കൈരളിക്ക് വല്ലാത്ത ക്ഷതമേൽപ്പിച്ചതിനാൽ നാളെ ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് പറയുമോ എന്തോ. അപ്പോൾ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിളിക്കാതെ ചെന്നതും യാത്രയാക്കാൻ ചെന്നതും? ഇങ്ങനെയൊരു മറുചോദ്യം വരാൻ ഇടയുണ്ട്. മകൾക്ക് വേണ്ടിയുള്ള ഒരു അച്ഛൻ്റെ രോദനം കൂടിയായിരുന്നു അത്. ബേഠി ബച്ചാവോ. എന്തായാലും സൈബർ ഭൂതങ്ങൾ രക്തം നുണയാൻ നാവു നീട്ടിയിരുന്നെങ്കിലും ഒന്നും ഒത്തുകിട്ടാത്തതിൻ്റെ സങ്കടമാണ് അവർക്കിപ്പോൾ. സുരേഷ് ഗോപി മുള്ളുന്നത് മൂക്ക് ചീറ്റുന്നത് നോക്കി നടക്കുകയാണ് അവരിപ്പോൾ. ഗോപി ഭീതി ഇപ്പോൾ ഏറ്റവും കൂടിയിരിക്കുന്നത് തൃശ്ശൂരെ MP TN പ്രതാപനാണ്. സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രലിൽ മാതാവിന് കിരീടം സമർപ്പിച്ചതുകൊണ്ട് മണിപ്പൂരിലെ പാപക്കറ പോകില്ലെന്നാണ് പ്രതാപൻ പറയുന്നത്. കേട്ടാൽ തോന്നും മണിപ്പൂരിലെ മെയ്തികളെയും കുക്കികളെയും സുരേഷ് ഗോപി ആയിരപ്പറ നിലത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിച്ചതാണെന്ന്. മണിപ്പൂരിൻ്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസത്തേക്കാൾ വലിയ ആശയമാണ് സക്കാത്ത് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെയും സുഖിപ്പിച്ചാൽ വോട്ട് കിട്ടുമെന്നാണ് പ്രതാപൻ്റെ ധാരണ. മോദിയെയും അമിത്ഷായെയും വിരൽ ചൂണ്ടി വിറപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ഏക MP താനാണെന്നും പ്രതാപൻ പറയുന്നത് കേട്ടു. ആ ചൂണ്ടിയ വിരലും തലയും സൂക്ഷിക്കണമെന്ന്
ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ പ്രതാപനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇപ്പോഴും ഒന്നും സംഭവിക്കാതെ പ്രതാപൻ ആ വിരലും ചൂണ്ടി സുരേഷ് ഗോപിക്ക് പിന്നാലെ നടക്കുകയാണിപ്പോൾ. പ്രതാപൻ എത്രയൊക്കെ കക്ഷത്തിൽ വെച്ചാലും തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ വിജയൻ്റെ ഗ്യാരണ്ടി പോലെ ഇരിക്കും കാര്യങ്ങളെല്ലാം. കുഴൽപ്പണവും സ്വർണ്ണക്കടത്തും മാസപ്പടിയും എല്ലാം ചേർന്നൊരു അന്തർധാര അവിടെ കളിക്കും. അതോടെ കണ്ടറിയണം പ്രതാപ തൻ്റെ ഭാവി. കിരീടം കിട്ടിയ സന്തോഷത്തിന് മാതാവ് അങ്ങ് കനിഞ്ഞാൽ മണിപ്പൂര് നിങ്ങൾക്കും തൃശ്ശൂർ ഗോപിക്കും കിട്ടിയെന്ന് വരും. എന്തൊക്കെയായാലും മോദി പ്രഭാവത്തിൽ ഇരട്ടച്ചങ്കൻ കുളത്തിൽ വീണ കോഴിയെപ്പോലെ പതുങ്ങിപ്പോയി. കേരളീയത്തിൻ്റെയും നവകേരള സദസ്സിൻ്റെയും എല്ലാം കാറ്റുപോയി. മുഖത്ത് ചായം തേച്ച വർഗങ്ങളും അക്ഷരം കൊണ്ട് കളിക്കുന്നവന്മാരും തൊണ്ട കൊണ്ട് പാടുന്നവരും എല്ലാം മറുകണ്ഠം ചാടുകയാണിപ്പോൾ. ഗുളിക കഴിച്ചാൽ പോകുന്നതല്ല സഖാക്കളെ ഗുളിക കാലം. നന്ദി.